ഭിന്നശേഷിക്കാരായ ആൺകുട്ടികളെ അധിവസിപ്പിക്കുന്നതിനായി സേവാഭാരതി നിർമ്മിച്ച അങ്കമാലിയിലെ സുഗർമ്മ വികാസ് കേന്ദ്രം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. RSS അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ എസ് സേതുമാധവൻ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. 12,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 4 കെട്ട് മാതൃകയിലാണ് സുഗർമ്മ വികാസ് കേന്ദ്രത്തിന്റെ നിർമ്മാണം. ഭിന്നശേഷിക്കാരായ ആൺകുട്ടികളെ അധിവസിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട പരിശീലന കേന്ദ്രവും ഉൾപ്പെടുന്നതാണ് അങ്കമാലിയിലെ സുഗർമ്മ വികാസ കേന്ദ്രം. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സേവാ കേന്ദ്ര മന്ദിരത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സമീപനം, ആ സമീപനം ഉണ്ടാകണമെന്ന് ഇന്ന് സമൂഹത്തിൽ തന്നെ തിരിച്ചറിവുണ്ടായിരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, ആ സ്പെഷ്യൽ സ്കൂളുകളിലൂടെ മികവാർന്ന വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ലഭ്യമാകണം എന്നുള്ള ഒരു ചിന്ത, ആ ചിന്ത ഇന്നുണ്ടായിരിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ എസ് സേതുമാധവൻ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തന്റെ ദുഃഖം മറക്കുകയും അനവധി ആൾക്കാരുടെ ദുഃഖത്തിന് പരിഹാരം കാണാൻ വരുമ്പോൾ അറിയാതെ ഒരു മനസ്സിന് സമാധാനം, ഒരു തൃപ്തി, ഞാൻ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു. എല്ലാവരുടെയും ദുഃഖം എൻ്റെയാണ്, എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ആ എല്ലാവരും എൻ്റേതാണ് എന്നുള്ള ചിന്താഗതി വരുമ്പോഴാണ്. പാറക്കടവിൽ ലീലാ അന്തർജനം സേവാഭാരതിക്ക് സമർപ്പിച്ച 71 സെന്റ് ഭൂമിയിലാണ് 12,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ സുഗർമ്മ ഒരുങ്ങിയത്. ആദ്യഘട്ടത്തിൽ 25 കുട്ടികൾക്ക് താമസിക്കാനും രണ്ടാം ഘട്ടമെന്നോണം 100ഓളം കുട്ടികൾക്ക് വിവിധ പരിശീലനങ്ങൾ നൽകാനുള്ള സജ്ജീകരണവും ഉൾക്കൊള്ളുന്നതാണ് സേവാകേന്ദ്രത്തിന്റെ പ്രവർത്തനം. ജനം, കൊച്ചി.